ഹലോ ഗായ്സ്, ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ടൗണിലേക്ക് പോവാണ്. വേറെ ഒന്നല്ല, അമ്മൂമ്മൻ്റെയും അപ്പൂപ്പൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പോൾ അവർക്ക് സർപ്രൈസ് ആയിട്ടൊരു ഫോണും അതേപോലെ തന്നെ അവർക്ക് ഡ്രസ്സും കേക്കും ഒക്കെ മേടിക്കണം. ഫോണും ഡ്രസ്സും മാമൻ്റെ വകയാണ്. മാമൻ നാട്ടിലില്ല, ദുബായിലാണ് മാമൻ. അപ്പോൾ അതുകൊണ്ട് വീഡിയോകളൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫോണൊക്കെ മേടിച്ച് ഇറങ്ങി. നമ്മളിനി അടുത്ത് എവിടേക്കാണ് പോണേ? നമ്മളിനി അടുത്തത് ഡ്രസ്സ് എടുക്കാൻ. അപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാം അമ്മമ്മയ്ക്ക് അപ്പനും. ഗായ്സ്, ഞങ്ങൾ പ്രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അമ്മമ്മയ്ക്ക് സാരിയും അപ്പനും ഷർട്ടും എന്നുള്ള ഒരു ബേസിലാണ് ഞങ്ങൾ അവിടെ പോയിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അവിടുത്തെ ഡ്രസ്സ് സെറ്റ് ആയില്ല. ഷർട്ടിൽ അടുത്ത് നമുക്ക് ഗണപതിയിലോട്ട് പോവാം. സംഭവം സാരി നോക്കിയാൽ ഷർട്ട് മാച്ചിന് വരുന്നില്ല. പിന്നെ ഷർട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ സാരി എടുക്കാൻ വേറെ പോകണം. അതിന് മേത് രണ്ടും കൂടി ഒരവിടെ എടുക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ നേരെ ഇനി പോകുന്ന ഗണപതി സിൽസിലാണ്. ഗായ്സ്, മാമന്റെ കാറിൽ ആകപ്പാടെ ഉള്ള ഉപകാരം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സാധനം നല്ല ഉപകാരമാണ് നമുക്ക്. ഞാനിങ്ങനെ പറയുമ്പോ എന്നെ ഇറക്കി വിടുക പറയാണ്, ഇറങ്ങുന്നില്ല. നമ്മൾ ഗണപതിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ സാരി എന്നുള്ളത് മാറ്റിയിട്ട് അമ്മമ്മക്ക് ചുരിദാറും മേടിച്ചു, അപ്പന് ഷർട്ടും മേടിച്ചു. അതുകഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കേക്ക് മേടിക്കാനായിരുന്നു. സ്പാനിഷ് പറഞ്ഞിട്ടൊരു നെറ്റ്സ് ഒക്കെ ഇട്ടൊരു കേക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ പോപ്പറും മേടിച്ചു. അവിടെ നമ്മൾ നേരെ ഇറങ്ങി. നമ്മൾ ഡ്രസ്സ് എടുത്തു, കേക്ക് പോവാ, എല്ലാം കഴിഞ്ഞ് ഇനി ഫുഡ് അടിക്കാൻ പോവാണ്. വീട്ടിൽ നിന്ന് 12:30 ഇറങ്ങി. ഇപ്പൊ 3:30 ആയ സമയം വെച്ചെന്ന് വയറെന്താ കത്താൻ തുടങ്ങി. അപ്പൊ ഇനി എവിടെ പോയി കഴിക്കണേ? എനിക്ക് മന്തി മതി. നേരെ ഫുഡ് അടിക്കാൻ എത്തി. മന്തി വന്നിട്ടുണ്ട്. പെരി അൽഫാം മന്തിയാണ് കഴിച്ചത്. ഇപ്പൊ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി ഫുഡായിരുന്നു. അപ്പൊ നമ്മൾ വീടെത്താനായിട്ടുണ്ട്. അപ്പം ഡ്രസ്സും കേക്കും എല്ലാം മേടിച്ചു. ഇനി അമ്മമ്മനെ എപ്പോഴും റിയാക്ഷനും കൂടി നമ്മൾ നോക്കണം. കുറച്ച് അപ്പോഴും അമ്മമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ വെച്ച്. ഞങ്ങൾ ടൗണിലേക്ക് വരുന്നു പറഞ്ഞിട്ട് വന്നതാണ്. അവർക്ക് ഇതൊന്നും അറിയില്ല. എന്തായാലും ക്ലൂ കിട്ടി തോന്നുന്നു. നമുക്ക് എന്തായാലും അതിന്റെ റിയാക്ഷൻ നോക്കാം. ഫസ്റ്റ് ഞങ്ങൾ പോയപ്പോൾ അപ്പോൾ വല്ല കുലുക്കൊന്നും കണ്ടൊന്നുമില്ല. ഞങ്ങൾ ഫസ്റ്റ് കേക്ക് കാണിച്ചു, പിന്നെ ഡ്രസ്സൊക്കെ കാണിച്ചപ്പോൾ ഇങ്ങനെ നോക്കി നിന്നു. വേറെ റിയാക്ഷൻ നമുക്ക് തോന്നിയില്ല. ഗായ്സ്, അമ്മൂമ്മ ഉറങ്ങായിരുന്നു. നമ്മ ഉറക്കത്തിന് അടുപ്പിച്ച് വിട്ടു. ഗായ്സ്, അമ്മൂമ്മക്ക് റിയാക്ഷൻ ഉണ്ട്, പക്ഷെ അപ്പൂപ്പന റിയാക്ഷൻ ഇല്ല. അപ്പൂപ്പ കല്യാണം ഫോൺ കൊടുത്തപ്പോൾ അപ്പൂമ്മ ചെറുതായിട്ടൊന്നും ഇങ്ങനെ സർപ്രൈസ്ഡായി. പക്ഷെ ഞാനത് വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ഞങ്ങൾ ഫോണൊക്കെ കൊടുത്തു. പക്ഷെ വലിയ റിയാക്ഷൻ ഒന്നും അപ്പൂപ്പൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. നമുക്കിനി വൈകുന്നേരം കേക്ക് മുറിക്കുന്നതെല്ലാം. അപ്പൊ ഗായ്സ്, സെലിബ്രേഷന് വേണ്ടി ഞങ്ങൾ ബലൂൺസ് ഒക്കെ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഹെൽപ്പറാണ്. ഇവരൊക്കെ കുളിച്ച് ഫ്രഷായി. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ കൂത്തറായിട്ട്. ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് നമ്മളെല്ലാവരും അമ്മമ്മ അപ്പം അങ്ങോട്ടും കൊണ്ടും കൊടുത്തു. അതെല്ലാം കഴിഞ്ഞു. ചെറിയൊരു പണി കിട്ടി. അമ്മ പോപ്പർ പൊട്ടിച്ചപ്പോൾ ഫുള്ള് കേക്കിലായി. അപ്പം ഞാൻ അതൊക്കെ പെറുക്കിയിട്ട് വേണം കഴിക്കാൻ. അത്രയും പീസ് കേക്ക് അവിടെ ഉണ്ടായിട്ട് മാമ ബോർഡിലുള്ളതെന്നൊക്കെ കഴിക്കണം. എന്താ